സന്ദർഭങ്ങളിലാണ് സിനിമയിൽ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അമ്മയെ ഇറക്കുമതി ചെയ്യാറ്. എന്റെ മോൻ ആശിച്ചതൊന്നും ഈ അപ്പൻ നടത്തി കൊടുക്കാതിരുന്നിട്ടില്ല. നീ പറഞ്ഞതുപോലെ ഞാനാണ് അവന്റെ അപ്പനെന്നറിഞ്ഞ വേണ്ട, ഞാനായിട്ട് അവനൊരു ജീവിതം ഇല്ലാതാക്കണ്ട. കൊട്ടാരത്തിൽ ഒരു പെണ്ണിനെ തന്നെ എന്റെ മോൻ കെട്ടുമ്പോൾ ലക്ഷ്മിക്ക് വലിയ സന്തോഷാവും. അവരുടെ സന്തോഷ ആന്റണിയുടെ സമ്പാദ്യം. ഈ അപ്പനൊരു അപേക്ഷയുണ്ടെന്ന് ആദ്യോട് പറയണം. ആദ്യം മോന്റെ അച്ഛൻ മരിച്ചെന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ വേറൊരു അപ്പനെ കൊണ്ടുവന്ന് നാടകം കളിക്കരുത്. അത് ചിലപ്പോ ഈ അപ്പന് സഹിക്കില്ല. ഞാൻ തടഞ്ഞില്ല. തടഞ്ഞാലും ആന്റണിച്ച് നിൽക്കില്ല എന്ന് എനിക്കറിയാം. ലക്ഷ്മിയമ്മേ, നമ്മളൊക്കെ വെളുത്തവരാ, ആന്റണിച്ചൻ കറുത്തവനും. പക്ഷെ ആന്റണിച്ചന്റെ മനസ്സിന്റെ വെളുപ്പ് നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ഞാനും ആന്റണിച്ചന്റെ അടുത്തേക്ക് പോവാ. ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മ എന്നും എന്റെ ആദിയുടെ ഒപ്പം ഉണ്ടാവണം. എവിടേക്കും വിടില്ല ഞാൻ എന്റെ ലക്ഷ്മിയമ്മേ. ലക്ഷ്മിയമ്മേ, എന്താ പറ്റി? ഒന്നുമില്ല മോളെ, മോടെ സ്നേഹം കണ്ടപ്പോ. ഈ ലക്ഷ്മിയമ്മ എന്താ ഇങ്ങനെ കുട്ടികളെ പോലെ? ലക്ഷ്മിയമ്മേ, ലക്ഷ്മിയമ്മേ, അച്ഛാ, അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലേ ഇന്നലെ കിടന്നത്? രാത്രി ലക്ഷ്മിയമ്മ കുറെ കരയുന്നുണ്ടായിരുന്നു. അളിയാ, അളിയാ. ഓ, എന്താളിയാ? ലക്ഷ്മിയെ കാണാനില്ല. ഞാൻ അന്നേ പറഞ്ഞതാ കണ്ടുവരെ വിളിച്ച് തറവാട്ട് കയറ്റി കിടത്തരുതെന്ന്. ഇപ്പൊ എന്തായി? എന്റെ അളിയ, അതൊക്കെ പിന്നെ പറയാം. അളിയനൊന്ന് അന്വേഷിച്ചേ. നീ പോയി വേലക്കാരുടെ മുറി നോക്ക്, ഞാൻ ആ പൊട്ടന്റെ മുറി നോക്കട്ടെ. അമ്മ, ഞാനൊന്ന് പറയുന്നത് മോനെ, അപ്പനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ട. അപ്പന്റെ കണ്ണീര് വീണ കേതി പിടിക്കില്ലെന്ന്. അമ്മ കരയാതിരിക്കേ. നേരെ ഒന്ന് വെളുത്തോട്ടെ. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് നമുക്കിവിടെ നിറങ്ങാം. ആ, കരയല്ലേ എന്ന്. പൊട്ടനെ കാണാനില്ലല്ലോ. അപ്പൊ രണ്ടുപേരും കൂടെ സ്ഥലം വിട്ടതായിരിക്കും. എന്തൊക്കെയാണാവോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനി ആ മാനവരെ പിടിക്കാം. എല്ലാരും വേഗം വാ. അച്ഛനും മകളും കൺകുളിർക്കെ കാണാൻ. ഇനിയെങ്കിലും ഈ മാധവർമ്മ പറയുന്നു ഒന്ന് വിശ്വസിക്ക്. എനിക്കന്നേ സംശയമുണ്ടായിരുന്നു. കോലത്തെ അടിച്ചു തളിക്കാർ ഇവിടെ തന്നെ എത്തണമെങ്കിൽ തമ്പുരാൻകുട്ടിക്ക് ഇവളുമായി എന്തോ ശരിയല്ലാത്ത ബന്ധമുണ്ടായിരുന്നു. വേണ്ട, ഇനി എന്നെ അങ്ങനെ വിളിക്കരുത്. ഓ, എന്നാലും നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്. മകന്റെ പ്രായമുള്ള ഒരു പയ്യനുമായി. അതെ, മകൻ തന്നെയാ. ഈ അമ്മ പ്രസവിച്ച സ്വന്തം മകൻ. ഇനിയും പറയാം, എന്നെ ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഡ്രൈവർ ആന്റണി എന്റെ അപ്പനാ. എന്താ എല്ലാരും നോക്കിയിരിക്കുന്നേ? അടിച്ചിറക്കണായി തള്ളേ മോനെ. ഒന്നും ചെയ്യല്ലേ മോനെ.
നടക്ക് നടക്കടാ. ഇടചൊല്ലി പിരിയുവാൻ വയ്യെങ്കിലും വിലപിച്ചു തീരുവാനല്ലെങ്കിലും വിധിയെന്ന വേടന്റെ വിഷമുള്ള ശരമേറ്റു വിഘടിച്ചു പോകുന്നു നമ്മൾ അറിയാതെ അറിയാതെ. മിന്നുവല്ല, ഇന്നു മുതൽ ഈ തറവാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ്. അളിയ, ഓ രാഹുലിനോട് എത്രയും പെട്ടെന്ന് പുറപ്പെട്ടു വരാൻ പറയണം. മിന്നുവിന്റെയും രാഹുലിന്റെയും വിവാഹം നമുക്ക് ഉടനെ നടത്താം. എന്റെ ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. ഇന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ രാഹുൽ ഇങ്ങെത്തും. എത്തിയാലുടൻ തന്നെ അമ്മാവൻ രാഹുലിനെ കൊണ്ട് മിന്നുവിന്റെ കഴുത്തിൽ താലി കെട്ടിക്കും. അങ്ങനെ സംഭവിച്ചാൽ മിന്നു ഒരു പക്ഷേ ഒന്ന് പറഞ്ഞു കൊടുക്കണോ വാ തുറന്നു. ഓ, നിനക്കതിന് സംസാരിക്കാൻ പറ്റില്ലല്ലോ, പാവം വാ തുറക്കാൻ പറ്റാത്ത ഊമ. ആദി, രാഹുൽ കൊട്ടാരത്തിലെത്തരുത്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ മിന്നു നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ പിന്നെ നീ എന്തിനാ മടിക്കുന്നത്? എടാ ആദിത്യ, കണ്ടില്ലേ? എടാ, നിനക്കും മിന്നുവിനും വേണ്ടി ഒരു പൊട്ടം വരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തോന്ന് നോക്കാനടാ, വാ പോവാം. ഇല്ല, അതെല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. ഇനിയെങ്കിലും അപ്പന്റെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കണം. എന്റെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഞാനായിട്ട് വരുത്തി വെച്ച കടങ്ങളൊക്കെ തീർക്കണം. ഇനിയും കടക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒളിച്ചു നടക്കാം. പീതാംബര ദാ വരുന്നുണ്ട്. കാശ് കൊടുക്കാനുള്ളവരാന്ന് തോന്നുന്നു. സ്റ്റാൻഡ് വിടാം. ഓഹോ, ഇങ്ങോട്ടാണല്ലേ? എന്നാ പിന്നെ ഇനി ഓടിയേക്കാം. എയർപോർട്ടിലേക്കല്ലേ? അതെ അതെ, നീ അളിയാ, രാഹുൽ വന്നു. ചന്ദ്രമതി, മോളെ മിന്നു. രാഹുൽ എവിടെ? രാഹുൽ എവിടെ? രാഹുലിനെ ആ ദുഷ്ടൻ കിഡ്നാപ്പ് ചെയ്തു. ആരെ? ആൽക്കോയിതാ, ആദിത്യനും കുറെ ഗുണ്ടകളും ചേർന്ന് അവനെ കാറിൽ നിന്ന് പിടിച്ചു വലിച്ചോണ്ട് പോയി. അയ്യോ, എന്റെ മോനെ മിന്നു പൊന്നു ഒന്നും വേണ്ട. നീ ഒന്നും മിണ്ടായിടി. അളിയാ, അളിയൻ ഇപ്പൊ മനസ്സിലായില്ലേ വിഷമുള്ള പാമ്പിനാണ് പാല് കൊടുത്തതെന്ന്? 1 മണിക്കൂറിനകം ഞാൻ അവരെ ലോക്കപ്പിനകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് മാധവർമ്മ. എന്റെ ഈശ്വര, എന്റെ മോനെ ഒന്നും വരുത്തേ. വണ്ടി എടുക്ക.